ഒരു പാലം നിർമ്മിച്ചു, ഒരു വലിയ സർക്കാർ പദ്ധതി പൂർത്തിയാക്കി. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതികൾ ഉയർന്നാൽ എന്തു ചെയ്യും? പരിശോധന നടത്തും. അത് കഴിഞ്ഞും പരിശോധന നടക്കും. എന്നിട്ടും പിഴവുകൾ തുടരുകയാണെങ്കിൽ ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിയ ഒരു ചോദ്യം ശ്രദ്ധേയമാകുന്നത്. നിലവിലുള്ള പരിശോധനാ സംവിധാനങ്ങൾ പോരെ, അതോ ഇതിനു മുകളിൽ മറ്റൊരു പരിശോധന കൂടി വേണമോ? ഇതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന 53ാമത് പ്രഗതി യോഗത്തിലാണ് പൊതുപദ്ധതികളുടെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് ഈ ചോദ്യം ഉന്നയിച്ചത്. 9 സംസ്ഥാനങ്ങളിലായി നടപ്പാക്കുന്ന 30,000 കോടിയിലധികം രൂപയുടെ 6 അടിസ്ഥാന സൗകര്യ പദ്ധതികൾ യോഗത്തിൽ അവലോകനം ചെയ്തു. റെയിൽവേ, റോഡുകൾ, വൈദ്യുതി തുടങ്ങിയ പ്രധാന മേഖലകളിലെ പദ്ധതികളായിരുന്നു പരിശോധിച്ചത്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ടത് പദ്ധതികളുടെ വലുപ്പം മാത്രമല്ല, അവയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന സംവിധാനം എത്രത്തോളം ഫലപ്രദമാണ് എന്നതാണ്. സാധാരണയായി വലിയ പൊതുമരാമത്ത് പദ്ധതികളിൽ 3ാം കക്ഷി ഗുണനിലവാര പരിശോധനകൾ നടത്താറുണ്ട്. അതായത് പദ്ധതി നടപ്പാക്കുന്ന ഏജൻസികൾക്ക് പുറത്തുള്ള ഒരു വിഭാഗം ഗുണനിലവാരം പരിശോധിക്കും. എന്നാൽ അത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടായിട്ടും പിഴവുകൾ തുടരുകയാണെങ്കിൽ എന്തു ചെയ്യും? ഇതിനാണ് മോദി പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചത്. നിലവിലുള്ള 3ാം കക്ഷി പരിശോധനകൾ പുറമെ 4ാം കക്ഷി ഓഡിറ്റ് ആവശ്യമാണോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു മോദിയുടെ നിർദ്ദേശം. ഇപ്പോൾ തന്നെ ഒരു പുതിയ സംവിധാനം പ്രഖ്യാപിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്. മറിച്ച് നിലവിലുള്ള സംവിധാനങ്ങൾ പ്രതീക്ഷിച്ച ഫലം നൽകുന്നില്ലെങ്കിൽ കൂടുതൽ കർശനമായ പരിശോധനാ സംവിധാനം ആവശ്യമാണെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. ഇവിടെ മറ്റൊരു കാര്യവും പ്രധാനമാണ്. ഒരു വലിയ പദ്ധതി എന്നത് ഒരു കാര്യം മാത്രം പൂർത്തിയാക്കുന്നതല്ല. റോഡ് ഉണ്ടാക്കിയാൽ അതുമായി ബന്ധപ്പെട്ട മറ്റു സൗകര്യങ്ങളും സമയത്ത് പൂർത്തിയാക്കണം. റെയിൽവേ പദ്ധതിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ഘടകങ്ങളും തയ്യാറാകണം. വൈദ്യുതി പദ്ധതിയാണെങ്കിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഒരു ഘടകം വൈകിയാൽ അതിൻ്റെ ആഘാതം മുഴുവൻ പദ്ധതിയിലും ഉണ്ടാകാം. ഇത് വിശദീകരിക്കാൻ മോദി ഒരു ഉദാഹരണവും ചൂണ്ടിക്കാട്ടി. കനാലുകൾ നിർമ്മിക്കാതെ അണക്കെട്ട് മാത്രം നിർമ്മിക്കുന്നത് പോലെയാണ് പരസ്പരം ബന്ധമുള്ള സൗകര്യങ്ങൾ ഒരുമിച്ച് ആസൂത്രണം ചെയ്യാതെ പോകുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിരീക്ഷണം. അതായത് ഒരു പദ്ധതി പൂർത്തിയായി എന്ന് രേഖയിൽ കാണിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാണോ? ഗുണനിലവാരം ശരിയാണോ? ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? പദ്ധതി സമയത്ത് തന്നെ പൂർത്തിയാക്കിയോ? ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനൊപ്പം മറ്റൊരു വിഷയം പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സൈബർ തട്ടിപ്പുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ കേൾക്കുന്ന ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള തട്ടിപ്പുകൾ. ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങളിൽ കൂടുതൽ ബോധവൽക്കരണം വേണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് ആരെയൊക്കെയാണെന്ന കാര്യത്തിലും അദ്ദേഹം നിർദ്ദേശം നൽകി. മുതിർന്ന പൗരന്മാരും യുവാക്കളും. കാരണം സൈബർ തട്ടിപ്പുകളുടെ രീതികൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥരുടെ കഴിവുകളും കാലാനുസൃതമായി പുതുക്കണം. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കണം. പക്ഷേ ഒരു കാര്യം മാത്രം മറക്കരുത്: വേഗത്തിൽ പദ്ധതി പൂർത്തിയാക്കുന്നതിനൊപ്പം ഗുണനിലവാരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാകരുത്. അതാണ് ഈ യോഗത്തിൽ പ്രധാനമന്ത്രി നൽകിയ പ്രധാന സന്ദേശം. പൊതുപദ്ധതികളിൽ 3ാം കക്ഷി പരിശോധനകൾ ഉണ്ടായിട്ടും പിഴവുകൾ തുടരുകയാണെങ്കിൽ അതിനു മുകളിൽ മറ്റൊരു സ്വതന്ത്ര പരിശോധനാ സംവിധാനം കൊണ്ടുവരേണ്ടി വരുമോ? അതാണ് പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. ഇത് ഭാവിയിൽ എങ്ങനെ നടപ്പാക്കും എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. പൊതുമരാമത്ത് പദ്ധതികളിലെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കൂടുതൽ കർശനമായ പരിശോധനാ സംവിധാനം വന്നാൽ അത് സർക്കാർ പദ്ധതികളുടെ ഗുണനിലവാരത്തിലും ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളിലും എത്രത്തോളം മാറ്റമുണ്ടാക്കും എന്നതും പ്രധാനമാണ്.